നമസ്കാരം. മെസ്സി പരിഹാസങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും നിരന്തരമായ വീഴ്ചകളിലൂടെയും കടന്നുവന്ന് പലതവണ നിരാശനായി പിന്മാറേണ്ടി വന്ന സാഹചര്യത്തിലും തിരിച്ചെത്തി അർജന്റീനയ്ക്ക് കഴിഞ്ഞ ലോകകപ്പ് ഉയർത്തിയവൻ. ഇത്തവണ ചാമ്പ്യൻ ടീം എന്ന ഖ്യാതിയോടെ വന്ന് ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനലിൽ തൊട്ടുമുന്നിൽ നിൽക്കുമ്പോഴും വിമർശനങ്ങളുടെയും എതിർപ്പുകളുടെയും പ്രതീക്ഷകളുടെയും ഭാരവുമായി നിൽക്കുന്നവൻ. മഹാനായ ഫുട്ബോളർ എന്ന ഖ്യാതി ഇനിയും ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ ലോകകപ്പ് കൂടി അദ്ദേഹത്തിൻ്റെ ടീം നേടുമോ? ഇത് ഹാരി കെയ്ൻ. പ്രതീക്ഷയുടെ അമിതഭാരം പേറി ഇംഗ്ലണ്ടിന് മുന്നിൽ നിന്ന് കാലങ്ങളായി നയിക്കുന്നവൻ. ഇത്തവണ അസാധാരണ പ്രകടനവുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ ഹാരി കെയ്ൻ ഫുട്ബോളിൻ്റെ ഈറ്റില്ലത്തിൻ്റെ അഭിമാനം ഉയർത്തുമോ? ചരിത്രത്തിൻ്റെ ഭാരം അദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്. സർവോപരി അർജന്റീനയോട് ബാക്കിയുള്ള പ്രതികാരത്തിൻ്റെ ആ ചരിത്രത്തിലെ കടം ഇംഗ്ലണ്ടിന് വീട്ടാൻ കഴിയുമോ? ആത്യന്തികമായി ഈ രണ്ട് ടീമുകളും സെമി ഫൈനലിലെത്താൻ അനർഹരാണ് എന്ന നരേറ്റീവ് എതിരാളി ആരാധകരും വിശകലന വിദഗ്ധരും വ്യാപകമായി രൂപപ്പെടുത്തുന്നുണ്ട്. അത് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4 ടീമുകളിൽ നിൽക്കുന്ന 2 പേരെക്കുറിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ആ വാദത്തെ പൊളിക്കുന്ന ചരിത്രമാണ് ഈ ലോകകപ്പിൽ ഇവരുടെ മത്സരങ്ങൾ എന്നത് മറ്റൊരു ഗൗരവമുള്ള കാര്യം അവിടെ നിൽക്കുന്നുമുണ്ട്. സെമി ഫൈനലിൽ ഇവരുടെ സെമി ഫൈനലിൽ ആര് ജയിക്കും? ഒരർത്ഥത്തിൽ എളുപ്പം മറുപടി പറയാൻ കഴിയുന്നത് എന്ന് തോന്നുമ്പോൾ തന്നെ അത്രയും സങ്കീർണതകൾ ഇഴചേർന്ന ചോദ്യം വേറെ ഇല്ലതാനും. നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്നിട്ട് ഈ വീഡിയോയുടെ ഒടുവിൽ തീരുമാനിക്കാം ആര് ജയിക്കും എന്ന്. നമ്മുടെ നിഗമനങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. 2026 ഈ സെമി ഫൈനലിൽ ചരിത്രം ആവർത്തിക്കുകയാണ്. ഒരു വശത്ത് ഫുട്ബോൾ ജനിച്ച രാജ്യം എന്ന അഭിമാനവുമായി ഇംഗ്ലണ്ട്, മറുവശത്ത് ഫുട്ബോളിനൊരു കലാരൂപമാക്കി മാറ്റിയ ലാറ്റിൻ അമേരിക്കൻ ശക്തിയായ അർജന്റീന. യൂറോപ്യൻ അച്ചടക്കവും ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യവും നേർക്കുനേർ വരുന്ന നിമിഷം. അപ്പുറത്ത് ഫ്രാൻസും സ്പെയിനും ഏറെക്കുറെ ആധിപത്യവും സ്ഥിരതയും പുലർത്തി സെമി ഫൈനലിലേക്ക് എത്തിയപ്പോൾ അർജന്റീനയും ഇംഗ്ലണ്ടും ഓരോ ഘട്ടത്തിലും വെല്ലുവിളികളെ അതിജീവിച്ചാണ് അപ്രവചനീയമായ ഫുട്ബോളിന്റെ വഴിയിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം 2 ഫുട്ബോൾ ശൈലികളുടെ ഏറ്റുമുട്ടൽ മാത്രമല്ല, 2 മാനസികാവസ്ഥകളുടെ പോരാട്ടം കൂടിയാണ്. 1966 ലോകകപ്പ് ഇംഗ്ലണ്ട് ആകെ നേടിയ ലോക കിരീടം. അന്ന് അർജന്റീന പുറത്തായ മത്സരത്തിലെ വിവാദങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങളെ കൂടുതൽ കടുപ്പിച്ചു. പിന്നീട് 82 ഫോക്ലാൻഡ് യുദ്ധം, തെക്കൻ അറ്റ്ലാന്റിക്കിലെ ദ്വീപുകളുടെ നിയന്ത്രണത്തെ ചൊല്ലിയുണ്ടായ യുദ്ധം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു. യുദ്ധം അവസാനിച്ചെങ്കിലും അതിൻ്റെ മാനസിക മുറിവുകൾ അപ്രത്യക്ഷമായിരുന്നില്ല, പ്രത്യേകിച്ചും അർജന്റീനയ്ക്ക്. അതിനുശേഷം 86 മെക്സിക്കോ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്വാർട്ടർ ഫൈനൽ. ആ മത്സരത്തിൽ ഡീഗോ മറഡോണ നേടിയ 2 ഗോളുകൾ ഇന്നും ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് ഹാൻഡ്ബോൾ എന്ന് കുപ്രസിദ്ധമായത്, രണ്ടാമത്തേത് 5ഓളം ഇംഗ്ലീഷ് താരങ്ങളെ മറികടന്ന് നേടിയ എക്കാലത്തെയും ചരിത്രത്തിലെ മികച്ച ഗോൾ. ഒരു മത്സരത്തിനുള്ളിൽ തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും വിവാദപരവും ഏറ്റവും മനോഹരവുമായ ഗോളുകൾ പിറന്നു എന്നുള്ള അത്യപൂർവത. അന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതോടെ ലോകകപ്പ് കിരീടത്തിലേക്ക് കടന്നു. അതുകൊണ്ടാണ് ഇന്നും ഇംഗ്ലണ്ടിനെതിരായ ഓരോ ലോകകപ്പ് മത്സരവും അർജന്റീനയിൽ സാധാരണ മത്സരമല്ലാതായി മാറുന്നത്. പിന്നീട് 98 ഫ്രാൻസ് ലോകകപ്പ് ഇരുവരും ഏറ്റുമുട്ടി. ആ മത്സരത്തിൽ ഡേവിഡ് ബക്കാമിന്റെ ചുവപ്പ് കാർഡ് ഇംഗ്ലണ്ടിന്റെ തകർച്ചയ്ക്ക് കാരണമായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന ജയിച്ചു. ആ തോൽവി ഇംഗ്ലണ്ട് ഫുട്ബോളിനെ വർഷങ്ങളോളം വേട്ടയാടി. ഇംഗ്ലണ്ടിൽ ബെക്കാമിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്ന കാലം. എന്നാൽ പിന്നീട് അദ്ദേഹം അതിനെ മറികടന്ന് ദേശീയ ടീമിന്റെ നായകനായി അഭിമാനമായി മാറി. 2002 ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഒടുവിൽ പ്രതികാരം ചെയ്തു. ഡേവിഡ് ബെക്കാം നേടിയ പെനാൽറ്റി ഗോൾ അന്ന് ഇംഗ്ലണ്ടിനെ വിജയിപ്പിച്ചു, അർജന്റീനയെ തുടക്കത്തിലേക്ക് ഇട്ടുകെട്ടിച്ചു. അതിനുശേഷം ലോകകപ്പിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നില്ല. അർജന്റീനയ്ക്ക് ഒരു കടം വീട്ടാൻ ബാക്കിയുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് 2026 ഈ സെമി ഫൈനൽ 24 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അതത്ര എളുപ്പവുമുള്ള സെമി ഫൈനൽ ആകില്ല എന്നുറപ്പാണ്. കാരണം അർജന്റീനയുടെ സെമി ഫൈനലിലേക്കുള്ള യാത്ര നോക്കൂ. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിട്ട ടീം ഏതാണെന്ന് ചോദിച്ചാൽ പലരും അർജന്റീനയുടെ പേരാണ് പറയുക. ഓരോ മത്സരവും ഓരോ പോരാട്ടമായിരുന്നു. ഇത് 2 ടീമുകളുടെ മാത്രം മത്സരമല്ല. എന്നാൽ അപ്പുറത്ത് നോക്കൂ, ഫ്രാൻസും സ്പെയിനും സ്ഥിരതയുടെ പ്രതീകങ്ങൾ. പക്ഷേ അർജന്റീനയും ഇംഗ്ലണ്ടും പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ടീമുകൾ. അതുകൊണ്ട് ഈ മത്സരം ജയിക്കുന്നവർ ഫൈനലിൽ എത്തും എന്നതിലുപരി മാനസികമായ ഏറ്റവും വലിയ പരീക്ഷ വിജയിച്ചവരായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത്. ലോകകപ്പിൽ അർജന്റീനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഉയരുന്ന പേര് മെസ്സിയുടേതാണ്. അത് സ്വാഭാവികമാണ്. കാരണം ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ്. എന്നാൽ ഈ ലോകകപ്പിൽ അർജന്റീനയെ ശ്രദ്ധിച്ചു നോക്കിയവർക്ക് ഒരു കാര്യം വ്യക്തമാകും. ഇത് മെസ്സിയുടെ ടീമാണ്. പക്ഷേ മെസ്സി മാത്രം കളിക്കുന്ന, മെസ്സിയെ മാത്രം ആശ്രയിച്ചുള്ള ടീമല്ല. ഈ 2 വാചകങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2014 18 അർജന്റീനയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ മെസ്സിയുണ്ട്. അവിടെ അർജന്റീനയെ തടയണമെങ്കിൽ മെസ്സിയെ തടഞ്ഞാൽ മതി. ഇതായിരുന്നു പല ടീമുകളുടെയും ചിന്ത. എന്നാൽ 26 അർജന്റീന അങ്ങനെയല്ല. കാരണം മെസ്സിയുടെ പങ്ക് മാറിയിരിക്കുന്നു. അദ്ദേഹം ഇന്ന് ഗോളടിക്കുന്ന താരം മാത്രമല്ല, കളിയുടെ വേഗം നിയന്ത്രിക്കുന്നവനും എതിരാളിയുടെ പ്രതിരോധത്തെ പൊളിക്കുന്നവനും മറ്റുള്ളവരെ കളിപ്പിക്കുന്നവൻ കൂടിയാണ്. മെസ്സി ഒരു കളിക്കാരൻ മാത്രമല്ല, ഒരു സംവിധാനമായി മാറി. സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ അതിന് ഏറ്റവും നല്ല ഉദാഹരണം. സ്കോർ ഷീറ്റിൽ മെസ്സിയുടെ പേര് ഗോൾ സ്കോററായി കാണില്ല. പക്ഷെ മത്സരം മുഴുവൻ കണ്ടവർക്കറിയാം ഓരോ ആക്രമണത്തിൻ്റെയും തുടക്കം പലപ്പോഴും അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നിന്ന് ആയിരുന്നു. അദ്ദേഹം പന്ത് സ്വീകരിക്കുമ്പോൾ 2-3 പ്രതിരോധ താരങ്ങൾ അദ്ദേഹത്തിലേക്ക് അടുക്കുന്നു. അതോടെ വിങ്ങുകളിലും ഹാഫ് സ്പേസുകളിലും ഒഴിവ് രൂപപ്പെടുന്നു. ആ ഒഴിവാണ് അർജന്റീനയുടെ മറ്റ് ആക്രമണ താരങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മെസ്സി അളക്കേണ്ടത് ഗോളുകളുടെ എണ്ണത്തിലല്ല, അദ്ദേഹം സൃഷ്ടിക്കുന്ന അവസരങ്ങളിലൂടെയാണ്. നോക്കൌട്ടിലെ 3 കളികൾ ഒരു ഗോൾ വഴങ്ങിയാൽ പല ടീമുകളും ആകുലപ്പെടുന്ന സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. എന്നാൽ അർജന്റീന ആ 3 കളിയിലും മുഖത്ത് പരിഭ്രാന്തിയോടെ പിന്നീട് കളിക്കുകയല്ല ചെയ്തത്. കളിക്കാർ തമ്മിൽ ആശയവിനിമയം കുറഞ്ഞില്ല, ആക്രമണത്തിൻ്റെ തീവ്രത കുറഞ്ഞില്ല, അവസാനം വരെ പോരാടി വിജയിച്ചു വന്നു. ഇംഗ്ലണ്ടിൻ്റെ പരിശീലക സംഘം ഈ മത്സരം മണിക്കൂറുകളോളം പഠിച്ചിട്ടുണ്ടാകും എന്നുറപ്പാണ്. കാരണം അവർക്ക് അവിടെ നിന്ന് 3 കാര്യങ്ങൾ മനസ്സിലായി. അർജന്റീനയുടെ ഹൈലൈൻ വേഗത്തിൽ തകർക്കാൻ കഴിയുന്ന ടീം, ഫുൾ ബാക്കുകൾ മുന്നോട്ട് കയറുമ്പോൾ പിന്നിൽ ഇടം ലഭിക്കുന്ന സാഹചര്യം, സമ്മർദ്ദത്തിൽ അർജന്റീന ചിലപ്പോൾ പന്ത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം. ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ അവരുടെ ദൗർബല്യത്തിന്മേലുള്ള പ്രതീക്ഷ. മെസ്സിയുടെ ഏറ്റവും വലിയ ആയുധം ഗോളല്ല, സമയം. മെസ്സി എന്നും ഗോൾ നേടും ഏത് സമയത്തും. പക്ഷേ അതിനേക്കാൾ അപകടകരമായ മറ്റൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്, സമയം നിയന്ത്രിക്കാനുള്ള കഴിവ്. മറ്റ് കളിക്കാർ വേഗത്തിൽ പാസ് നൽകുമ്പോൾ മെസ്സി ചിലപ്പോൾ ഒരു നിമിഷം കാത്തിരിക്കും. ആ ഒരു നിമിഷത്തിൽ പ്രതിരോധ നിരയുടെ രൂപം മാറും. അപ്പോൾ അദ്ദേഹം നൽകുന്ന പാസ് എതിരാളിയുടെ മുഴുവൻ പ്രതിരോധത്തെയും മറികടക്കുന്നതായി മാറും. ഈ ഗുണമാണ് ഇംഗ്ലണ്ടിനെ ഏറ്റവും വലിയ ജാഗ്രതയിലേക്ക് നയിക്കുന്നത്. അർജന്റീനയുടെ കോച്ച് ഈ ലോകകപ്പിൽ ഓരോ എതിരാളിക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന, ആരെയും പേടിപ്പിക്കാൻ കളത്തിന് പുറത്ത് ഒരു സൈന്യാധിപനെ പോലെ നിൽക്കുന്ന സ്കലോണി. അദ്ദേഹത്തിൻ്റെ ശൈലി ഫോർമേഷനിൽ മാത്രം ഒഴുകുന്നതല്ല, മത്സരത്തിനിടെ തന്നെ രൂപം മാറുന്ന കഴിവാണ് അർജന്റീനയെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. അർജന്റീനയുടെ 10 ശക്തികൾ, 10 ദൗർബല്യങ്ങൾ ഓരോന്ന് നോക്കാം. ആദ്യം ശക്തികളാണ്. ഒരിക്കലും കീഴടങ്ങാത്ത മനോഭാവം, മെസ്സിയുടെ സാന്നിധ്യം, മധ്യനിരയിലെ പാസ് നിയന്ത്രണം, ഗോൾ കീപ്പറുടെ ആത്മവിശ്വാസം, വിവിധ രീതിയിൽ ഗോൾ നേടാനുള്ള കഴിവ്, മത്സരത്തിനിടെ ടാക്റ്റിക്കൽ മാറ്റങ്ങൾക്കുള്ള ശേഷി, വലിയ മത്സരങ്ങളുടെ അനുഭവം, പന്ത് നഷ്ടപ്പെട്ടാലും വേഗത്തിൽ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന മനോഭാവം, പകരക്കാരുടെ ബെഞ്ചിൻ്റെ മേന്മ, സമ്മർദ്ദത്തെ ഇന്ധനമാക്കുന്ന ടീമിൻ്റെ സ്വഭാവം. ഇനി അർജന്റീനയുടെ 10 ദൗർബല്യങ്ങൾ നോക്കാം. ചെറിയ ടീമുകൾക്കെതിരെയും ഗോളുകൾ വഴങ്ങുന്നു, ഹൈലൈൻ ചിലപ്പോൾ അപകടകരമാവുന്നു, ഫുൾ ബാക്കുകൾ മുന്നോട്ട് കയറുമ്പോൾ പിന്നിൽ വലിയ ഇടം രൂപപ്പെടുന്നു, കൗണ്ടർ അറ്റാക്കുകൾക്കെതിരെ ചിലപ്പോൾ വൈകി പ്രതികരിക്കുന്നു, സെറ്റ് പീസുകളിൽ എല്ലാ സമയവും ഉറച്ചതല്ല, അനാവശ്യ ഫൗളുകൾ, വികാരാധീനമായ നിമിഷങ്ങളിൽ കാർഡുകൾ ലഭിക്കാനുള്ള സാധ്യത, ലീഡ് നേടിയ ശേഷം ചിലപ്പോൾ പ്രതിരോധത്തിലേക്ക് മാറുന്ന സാഹചര്യം, മെസ്സിയിലേക്കുള്ള അമിത പ്രതിരോധ ശ്രദ്ധ കാരണം മറ്റു താരങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥ, തുടക്കത്തിലെ 15-20 മിനിറ്റിൽ സമ്മർദ്ദം നേരിട്ടാൽ ചിലപ്പോൾ താളം കണ്ടെത്താൻ സമയമെടുക്കും. ഇംഗ്ലണ്ട് ഈ അർജന്റീനയെ എങ്ങനെ തോൽപ്പിക്കും? ഉത്തരം ലളിതമല്ല. കാരണം അർജന്റീനയെ തോൽപ്പിക്കണമെങ്കിൽ മെസ്സിയെ മാത്രം തടഞ്ഞാൽ മതിയാകില്ല. ഈ ടീമിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കണം. ഇതുവരെ ഈ ലോകകപ്പിൽ ആർക്കും സാധിക്കാത്തതാണ്. ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യം നോക്കാം നമുക്ക്. ഒരു കാലത്ത് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ദേശീയ ടീമുകളിൽ ഒന്നായിരുന്നു ഇംഗ്ലണ്ട്. ലീഗിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ, ഏറ്റവും സമ്പന്നരായ ക്ലബ്ബുകൾ, ഏറ്റവും വേഗതയേറിയ ഫുട്ബോൾ. പക്ഷേ ഈ ലോകകപ്പിൽ എത്തുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കും. പ്രതീക്ഷകൾ മല പോലെ ഉയരും. എന്നാൽ നോക്കൌട്ട് ഘട്ടത്തിൽ ആ പ്രതീക്ഷകൾ പലപ്പോഴും തകർന്നു വീഴും. 90-ലെ സെമി ഫൈനൽ, 98-ലെ ബക്കാമിൻ്റെ ചുവപ്പ് കാർഡ്, 2006-ലെ പെനാൽറ്റി നിരാശ, 2010-ലെ ജർമ്മനിക്കെതിരായ തോൽവി, 2018-ലെ സെമി ഫൈനൽ, 22-ലെ ഫ്രാൻസിനോടുള്ള പുറത്താകൽ. ഓരോ ലോകകപ്പിലും ഇംഗ്ലണ്ടിന് പറയാനുള്ള നിരാശയുടെ കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ 2026-ൽ പക്ഷേ ഇംഗ്ലണ്ട് വ്യത്യസ്തമാണ്. ഇത് വെറും താരസമ്പന്നമായ ടീം മാത്രമല്ല, സമ്മർദ്ദം ആസ്വദിക്കാൻ പഠിച്ച ടീമാണ്. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ യാത്ര, ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇംഗ്ലണ്ട് കളിച്ചത് കണക്കുകൂട്ടിയ ഫുട്ബോളാണ്. ഈ ലോകകപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ യാത്ര അത്ര അസാധാരണമാണ്. ഓരോ തിരിച്ചടിയെയും അതിജീവിക്കാൻ കെൽപ്പുള്ള, ഊർജം സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയ, നോക്കൌട്ട് ഘട്ടത്തിലെ ഒടുവിലത്തെ തിരിച്ചടിയെ അതിസമർത്ഥമായി അതിജീവിച്ച ടീമാണ്. ഇംഗ്ലണ്ടിന് തിരിച്ചു വരാൻ അറിയാം. ഹാരി കെയ്ൻ ഗോൾ വേട്ടക്കാരൻ മാത്രമല്ല, പലർക്കും ഹാരി കെയ്ൻ എന്നാൽ പെനാൽറ്റി ബോക്സിലെ ഫിനിഷർ മാത്രമായിരുന്നു. എന്നാൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ പരിചയം. ഇന്നത്തെ കെയ്ൻ കളിയുടെ നിയന്താവാണ്. അദ്ദേഹം പലപ്പോഴും മധ്യനിരയിലേക്ക് ഇറങ്ങി പന്ത് സ്വീകരിക്കും. അതോടെ എതിരാളിയുടെ സെൻട്രൽ ബാക്കുകൾ മുന്നോട്ട് വരേണ്ടി വരും. അവർ മുന്നോട്ട് വന്ന പിന്നിൽ ഒഴിവ് രൂപപ്പെടും. ആ ഒഴിവിലൂടെ സാക്ക, ഫോഡൻ അല്ലെങ്കിൽ ബെല്ലിംഗ്ഹാം ആരെങ്കിലും കുതിക്കും. ഈ നീക്കമാണ് ഇംഗ്ലണ്ടിൻ്റെ ആക്രമണത്തിൻ്റെ അടിസ്ഥാനം. അർജന്റീനയുടെ സെൻട്രൽ ബാക്കുകളായ റൊമേറോയും ഓട്ടമൻ്റെയും ഈ കുടുക്കിൽ വീഴാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം മത്സരത്തിൻ്റെ താളം മാറ്റുന്ന താരമാണ്. ലോക ഫുട്ബോളിൽ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഗോൾ നേടുന്നതിൽ മാത്രമല്ല, കളിയുടെ വേഗം നിയന്ത്രിക്കുന്നതാണ്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന താരം. മെസ്സി ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ പിന്തുടരണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വന്തം സ്ഥാനത്ത് ഉറച്ചു നിൽക്കണോ? ഈ തീരുമാനങ്ങളാണ് പലപ്പോഴും ബെല്ലിംഗ്ഹാമിൻ്റെ ചുമലിലേക്ക് വരാൻ പോകുന്നത്. ഡെക്ലാൻ റൈസ് ഇംഗ്ലണ്ടിൻ്റെ സുരക്ഷാ കവചമായി അവിടെയുണ്ട്. അർജന്റീനയുടെ ആക്രമണത്തിൻ്റെ ഹൃദയം മെസ്സിയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധത്തിൻ്റെ ഹൃദയം റൈസാണ്. വലത് വിങ്ങിലെ വേഗതയായി സാഗ
അവിടെ ഇരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അർജന്റീനയുടെ ഇടതുവശ പ്രതിരോധത്തിന് ഏറ്റവും വലിയ പരീക്ഷണമായി മാറാൻ പോകുന്നത് സാഹയായിരിക്കും. പ്രതിരോധം ഇംഗ്ലണ്ടിൻ്റെ യഥാർത്ഥ കരുത്താണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംഘങ്ങളിലൊന്ന് ഇംഗ്ലണ്ടിൻ്റേതാണ്. ഇവിടെ ഓരോ താരത്തിൻ്റെയും വ്യക്തിഗത മികവിനേക്കാൾ പ്രധാനപ്പെട്ടത് അവരുടെ കൂട്ടായ്മയാണ്. 2 സെൻട്രൽ ബാക്കുകൾ, 2 ഫുൾ ബാക്കുകൾ, മുന്നിൽ ഡെക്ലാൻ റൈസ്, ഈ 5 പേർ ചേർന്നാണ് പ്രതിരോധ ഭിത്തിയാകുന്നത്. അതുകൊണ്ടാണ് എതിരാളികൾക്ക് ഇംഗ്ലണ്ടിൻ്റെ ബോക്സിനുള്ളിൽ വ്യക്തമായ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ട് സ്വീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന സമീപനങ്ങൾ ഇവയാണ്. മെസ്സിക്ക് പന്ത് ലഭിക്കുന്ന മേഖല ചുരുക്കുക, മധ്യനിരയിൽ സംഖ്യാബലം സൃഷ്ടിക്കുക, അർജന്റീനയുടെ ഫുൾ ബാക്കുകൾ മുന്നോട്ട് കയറുമ്പോൾ കൗണ്ടർ അറ്റാക്ക് നടത്തുക, സെറ്റ് പീസുകളിൽ ഉയരത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുക, ആദ്യ 20 മിനിറ്റിൽ ഗോൾ വഴങ്ങാതിരിക്കുക. ഇംഗ്ലണ്ട് ആദ്യം ആക്രമിക്കാൻ പാഞ്ഞു കയറില്ല, അവർ ക്ഷമയോടെ കാത്തിരിക്കും. ഇംഗ്ലണ്ടിൻ്റെ 10 ശക്തികൾ നമുക്ക് നോക്കാം. കൃത്യമായ പ്രതിരോധ സംഘടനം, ലോകോത്തര മധ്യനിര, ഹാരി കെയ്ൻ എന്ന സമ്പൂർണ്ണ മുന്നേറ്റ താരം, സാക്കയുടെയും ഫോർഡിൻ്റെയും വേഗത, സെറ്റ് പീസുകളിൽ അപകടകാരിയായ മികച്ച ഫിറ്റ്നസ്, അവർക്ക് ഉയരത്തിൻ്റെ ആനുകൂല്യം, അർജന്റീനയേക്കാൾ ഉയരം കൂടുതലുള്ള കളിക്കാരാണെന്നാണ്. പകരക്കാരുടെ ശക്തമായ ബെഞ്ച്, മത്സരത്തിനിടെ ടാക്റ്റിക്കൽ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ്, പിന്നിലായാലും തിരിച്ചു വരാനുള്ള ആത്മവിശ്വാസം. ഇനി 10 ദൗർബല്യങ്ങൾ. ചിലപ്പോൾ ആക്രമണം മന്ദഗതിയിലാകും, മെസ്സിയെ മുഴുവൻ സമയം നിയന്ത്രിക്കുക പ്രയാസമാകും, ഫുൾ ബാക്കുകൾ മുന്നോട്ട് കയറുമ്പോൾ പിന്നിൽ ഇടം ലഭിക്കും. ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ അപ്രതീക്ഷിത ടെമ്പോ മാറ്റം ചിലപ്പോൾ അസ്വസ്ഥരാക്കും ഇംഗ്ലണ്ടിനെ. വികാരഭരിതമായ മത്സരങ്ങളിൽ അച്ചടക്കം നഷ്ടപ്പെടാനുള്ള സാധ്യത, ബോക്സിന് സമീപമുള്ള അനാവശ്യ ഫൗളുകൾ, അമിത പ്രതീക്ഷയുടെ മാനസിക ഭാരം, അതിവേഗ ട്രാൻസിഷൻ പ്രതിരോധത്തിൽ വൈകുന്നത്, ആദ്യ ഗോൾ വഴങ്ങിയാൽ കളിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ സമയമെടുക്കുന്നത്, അർജന്റീനയുടെ മാനസിക സമ്മർദ്ദ യുദ്ധം ഇവർക്ക് നേരിടേണ്ടിയും വരും. ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ചോദ്യം അർജന്റീനയെ തോൽപ്പിക്കാൻ ഇംഗ്ലണ്ടിന് കഴിവുണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിവുണ്ട്, പക്ഷേ അതിനവർ സ്വന്തം കളി മാത്രം കളിച്ചാൽ മതിയാകില്ല. അർജന്റീനയുടെ വൈകാരികതയും അവരുടെ മാറ്റങ്ങളും അവസാന നിമിഷങ്ങളിലെ ആക്രമണങ്ങളും അതിജീവിക്കണം. കാരണം ഈ മത്സരം 90 മിനിറ്റിൽ മാത്രം തീരുമാനിക്കപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഒരു നിമിഷത്തെ ഏകാഗ്രത സെമി ഫൈനലിൽ ജയത്തിന് കാരണമാകാം, ഒരു നിമിഷത്തെ പിഴവ്. ഇംഗ്ലണ്ട് ആ ഏകാഗ്രതയ്ക്കായി അർജന്റീനയെ മറികടക്കാനുള്ള ഒരു നിമിഷത്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്. അർജന്റീന ആ നിമിഷം സൃഷ്ടിക്കാനാണ്, അവർക്ക് വേണ്ടി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുക. മത്സരം തീരുമാനിക്കുന്നത് 5 യുദ്ധങ്ങളാണ്. ഒരു ലോകകപ്പ് സെമി ഫൈനൽ ഒരൊറ്റ താരത്തിൻ്റെ മികവ് കൊണ്ട് മാത്രം ജയിക്കാനാകില്ല, ഒരു പരിശീലകൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ജയിക്കാനാകില്ല. ചില നിർണായക പോരാട്ടങ്ങൾ മത്സരത്തിൻ്റെ ഗതി മാറ്റും. 26 ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനലിലും അത്തരം 5 പ്രധാന യുദ്ധങ്ങൾ വരാൻ ഇടയുണ്ട്. ആ 5 യുദ്ധങ്ങളിൽ ആരാണ് ജയിക്കുന്നത് അവർക്ക് ഫൈനലിലേക്കുള്ള വാതിൽ തുറക്കാൻ സാധ്യത കൂടുതലാണ്. യുദ്ധം 1, മെസ്സി ഡെക്ലാൻ റൈസ്. മത്സരത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത പോരാട്ടം ഇവരുടേതായിരിക്കും. ഇംഗ്ലണ്ട് മെസ്സിയെ ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല. ഡെക്ലാൻ റൈസ് ആദ്യ പ്രതിരോധ ഭിത്തിയായിരിക്കും. പക്ഷേ റൈസ് ഒറ്റയ്ക്ക് മെസ്സിയെ തടയാനും കഴിയുന്ന അവസ്ഥയല്ല. മെസ്സി പന്ത് സ്വീകരിക്കുന്ന മേഖല ചുരുക്കാൻ ഇംഗ്ലണ്ട് ശ്രമിക്കും. മെസ്സിയെ 3 പേർ വളഞ്ഞാൽ മറ്റൊരാൾക്കിടം ലഭിക്കും. അതാണ് അർജന്റീന കാത്തിരിക്കുന്നതും. യുദ്ധം 2, ഹാരി കെയ്ൻ റൊമേറോ. കെയ്ൻ ബോക്സിൽ മാത്രം നിൽക്കുന്ന താരമല്ല, അദ്ദേഹം പിന്നിലേക്ക് ഇറങ്ങും. റൊമേറോ പിന്തുടർന്നാൽ പിന്നിൽ ഇടമുണ്ടാകും, പിന്തുടരാതിരുന്നാൽ കെയ്ൻ തിരിഞ്ഞു കളി നിയന്ത്രിക്കും. ഈ തീരുമാനമാണ് റൊമേറോയുടെ ഏറ്റവും വലിയ പരീക്ഷ. സ്കലോണി അതിനെ മറികടക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും എന്നുറപ്പാണ്. 3ാമത്തെ യുദ്ധം സാക്ക ടാഗ്ലിയോഫിക്കോ. അർജന്റീനയുടെ ഇടതുവശമാണ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടാൻ സാധ്യത. സാക്കയ്ക്ക് ഒറ്റയ്ക്ക് ട്രിബിൾ ചെയ്യാനും ഉള്ളിലേക്ക് മുറിച്ചു കയറാനും കഴിയും. ടാഗ്ലിയോഫിക്കോ ആക്രമണത്തിലേക്ക് മുന്നേറുന്ന സമയങ്ങളിൽ പിന്നിൽ ലഭിക്കുന്ന ഒഴിവ് സാഗ ഉപയോഗിക്കും. ഇവിടെ മാക്കലിസ്റ്ററോ ഡീപോളോ സമയത്ത് തിരിച്ചെത്തിയില്ല എങ്കിൽ അപകടം പതിയിരിക്കുന്നുണ്ടാകും. 4ാമത്തെ യുദ്ധം മധ്യനിര. ഈ മത്സരം മധ്യനിരയാൽ നിയന്ത്രിക്കപ്പെടും എന്നുറപ്പാണ്. എൻസോ ഫെർണാണ്ടസ്, മാക്കലിസ്റ്റർ, ഡീപ് പോൾ എന്നിവർ അർജന്റീനയുടെ കരുത്താണ്. മറുവശത്ത് റൈസ്, ബെല്ലിംഗ്ഹാം, ഫോർഡൻ അകത്തേക്കിറങ്ങുന്ന നിമിഷങ്ങൾ. ആരാണ് കൂടുതൽ സമയം പന്ത് നിയന്ത്രിക്കുന്നത് എന്നതല്ല ചോദ്യം, ആരാണ് പന്ത് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് എന്നാണ്. അർജന്റീന പന്ത് കൈവശം വെച്ചുകൊണ്ട് എതിരാളിയെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കും. ഇംഗ്ലണ്ട് പന്ത് പിടിച്ചാൽ നേരിട്ട് മുന്നോട്ട് പോകും. ഇനി 5ാമത്തെ യുദ്ധം പരിശീലകരുടെ ചതുരംഗമാണ്. വലിയ മത്സരങ്ങളിൽ പലപ്പോഴും താരങ്ങൾക്കപ്പുറം പരിശീലകർ നിർണായകമാണ്. 70ാം മിനിറ്റിൽ ആരെ ഇറക്കും, ഇടയിൽ ആരെ കയറ്റും, ലീഡ് ലഭിച്ചാൽ എന്ത് മാറ്റം വരുത്തും, പിന്നിലായാൽ ഫോർമേഷൻ എങ്ങനെ മാറ്റും, ഇതൊക്കെ മത്സരത്തിൻ്റെ ഗതി മാറ്റും. അർജന്റീനയുടെ പരിശീലകൻ മത്സരത്തിനിടെ രൂപം പോലും മാറ്റാൻ മടിക്കുന്നില്ല എന്നതാണ് ഇംഗ്ലണ്ടിനെ പേടിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ പരിശീലകൻ ക്ഷമയുടെ സമീപനത്തിലാണ് ഇതുവരെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആദ്യ പകുതിയും 2ാം പകുതിയും വ്യത്യസ്ത മത്സരങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. മത്സരം മാറ്റാൻ സാധ്യതയുള്ള 5 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. 1, ആദ്യ ഗോൾ. അർജന്റീന ആദ്യം ഗോൾ
നേടിയാൽ അവർ കളിയുടെ താളം നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇംഗ്ലണ്ട് ആദ്യ ഗോൾ നേടിയാൽ അർജന്റീന കൂടുതൽ ആക്രമണത്തിലേക്ക് കടക്കും. അത് ഇംഗ്ലണ്ടിന് കൗണ്ടർ അറ്റാക്ക് അവസരങ്ങൾ നൽകും. അർജന്റീന പക്ഷേ അക്രമം തിരിച്ചടിച്ച് വിജയിച്ച് വലിയ ഒന്നിലധികം മത്സരങ്ങൾ അതിജീവിച്ചെത്തിയ ടീമാണെന്ന അപകടം അവിടെ ഇംഗ്ലണ്ടിന് പതിയിരിക്കുന്നുണ്ട്. രണ്ടാമത്തേത് സെറ്റ് പീസ്. നേരത്തെ പറഞ്ഞ പോലെ ഉയരത്തിൻ്റെ ആനുകൂല്യം ഇംഗ്ലണ്ടിനുണ്ട്. അതുകൊണ്ട് കോർണറുകളും ഫ്രീ കിക്കുകളും അർജന്റീനയെ സംബന്ധിച്ച് അപകടകാരികളാകും. അർജന്റീന അനാവശ്യ ഫൗളുകൾ ശ്രദ്ധിക്കേണ്ടി വരും. റഫറിയും കഠിനമായിരിക്കും. മൂന്നാമത്തേത് വികാര നിയന്ത്രണം. ഈ മത്സരം ചരിത്രഭാരമുള്ളതാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. അനാവശ്യ പ്രതിഷേധം, കാർഡുകൾ, സംഘർഷങ്ങൾ ഇവയൊക്കെ മത്സരത്തിൻ്റെ ഗതി മാറ്റും. വികാരത്തെ നിയന്ത്രിക്കുന്ന ടീം അവസാനത്തിൽ നേട്ടമുണ്ടാക്കും. 4 പുറത്തെ കളിക്കാരാണ്, ബെഞ്ചിലിരിക്കുന്നവർ. ലോകകപ്പ് സെമി ഫൈനലുകൾ പലപ്പോഴും ആദ്യ 11 കൊണ്ട് ജയിക്കില്ല, പകരക്കാർ ജയിപ്പിക്കുന്ന ചരിത്രമാണ്. ഈ ഒടുവിലത്തെ ക്വാർട്ടർ ഫൈനലിൽ നമ്മളത് കണ്ടതാണ്. 70 മിനിറ്റിന് ശേഷം ഇറങ്ങുന്ന താരങ്ങളുടെ സ്വാധീനം നിർണായകമാകും. 5 അവസാന 15 മിനിറ്റ്. ഈ ലോകകപ്പിൽ അർജന്റീനയുടെ വലിയ പ്രത്യേകത അവസാന നിമിഷങ്ങളിലെ ആക്രമണമാണ്. സമ്പൂർണ്ണമായി തോറ്റു എന്ന് പ്രവചിച്ചിരുന്നവരെ മറികടന്ന് അതിശയിപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റം അർജന്റീന നടത്തും. അവർക്ക് അവസാനത്തെ 15 മിനിറ്റ് എത്ര ഗോൾ വഴങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ കെൽപ്പുള്ള ടീമാണെന്ന ആത്മവിശ്വാസമുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേകത ലീഡ് സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് കൂടിയാണ്. അതുകൊണ്ട് അവസാന 15 മിനിറ്റാണ് യഥാർത്ഥ ഫൈനലായി മാറാൻ പോകുന്നത്. ആർക്ക് മുൻതൂക്കം എന്ന് നോക്കിയാൽ രസകരമാണ്. ടാക്ടിക്കൽ നിലയിൽ നോക്കിയാൽ ഇംഗ്ലണ്ടിന് കൂടുതൽ സമതുലിതമായ ഘടനയുണ്ട്. വൈകാരികതയിലും വലിയ മത്സരാനുഭവത്തിലും അർജന്റീനയ്ക്ക് മുൻതൂക്കമുണ്ട്. മെസ്സി ഇപ്പോഴും ഒരു നിമിഷത്തിൽ മത്സരം മാറ്റാൻ, ജയിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള താരമാണ്. കെയ്ൻ ഒരു നിമിഷത്തിൽ മത്സരം സമനിലയിലാക്കാൻ കഴിയുന്ന താരവുമാണ് എന്ന് പറയാറുണ്ട്. അതിനാൽ ഈ മത്സരം പദ്ധതികൾ മാത്രം കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. ഒരു നിമിഷത്തെ പ്രതിഭയുടെ വിളയാട്ടം, ഒരു നിമിഷത്തെ പിഴവ്, ഇതൊക്കെ തന്നെയാകും വിജയിയെയും പരാജിതരെയും തീരുമാനിക്കുക. ഈ ലോകകപ്പിലെ മറ്റൊരു സെമി ഫൈനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഫ്രാൻസും സ്പെയിനും അവർ ടൂർണമെൻറ്റിൽ ഉടനീളം സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച, ഒരു ഭീഷണിയും നേരിടാതെ പ്രവചിച്ചതുപോലെ മുന്നോട്ട് പോയ ടീമാണ്. അവരുടെ വിജയങ്ങളിൽ നാടകീയതയില്ല. ഫുട്ബോളിൻ്റെ മാസ്മരികത പലപ്പോഴും കാണുന്നില്ല. ഗോളൊക്കെ അടിക്കുന്നുണ്ട്, എംബാപ്പയൊക്കെ കളിക്കുന്നുണ്ടെന്നുള്ളതിനപ്പുറത്ത് അപ്രവചനീയതയുടെ സുഖം അതിൽ നിന്ന് കിട്ടുന്നില്ല. അവരെ എതിരാളികൾ നിയന്ത്രിച്ചു, മത്സരങ്ങളെ പദ്ധതി പ്രകാരം മുന്നോട്ട് പോയി, പിഴവ് വരുത്തില്ല, വിജയിച്ചു, സെമി ഫൈനൽ എത്തി, ഒരു യാന്ത്രികമായ കൃത്യതയോടുകൂടി. എന്നാൽ ഇവിടെയോ സമ്മർദ്ദം, തിരിച്ചടി, വൈകാരിക പോരാട്ടം. ആര് ജയിക്കും? ഇവിടെ 2 ടീമുകളും സമാനമായ സംഘർഷങ്ങളെ നേരിട്ട് മുന്നോട്ട് വന്ന ടീം. ഇംഗ്ലണ്ട് പോലൊരു കൃത്യമായി സംഘടിപ്പിക്കപ്പെട്ട ടീമിനെ മറികടക്കുക എന്നത് അർജന്റീനയുടെ ആത്മവിശ്വാസത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും എന്നുറപ്പാണ് വിജയിച്ചാൽ. എന്നാൽ ഇംഗ്ലണ്ടിനെ കുറച്ച് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇംഗ്ലണ്ട് ജയിച്ചാൽ അവർ വെറും ഒരു മത്സരം ജയിക്കുന്നതല്ല, ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ മാനസിക തടസ്സങ്ങളിൽ ഒന്നാണ് മറികടക്കുക. അർജന്റീനയ്ക്കെതിരായ ലോകകപ്പ് ഓർമ്മകളാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭാരം. അവയെല്ലാം മറികടന്ന് ഫൈനലിൽ എത്തുക എന്നത് ഒരു പുതിയ പ്രഖ്യാപനം കൂടിയായിരിക്കും. അതിനുശേഷം ഫ്രാൻസ് ആയാലും സ്പെയിൻ ആയാലും അവരെ ഇവിടെ വിജയിക്കുന്ന ടീം നേരിടേണ്ടി വരും. 1986 മറഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ ലോകകപ്പിൽ തോൽപ്പിച്ചു. അതിനുശേഷം ലോകകപ്പിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അവർ കിരീടം വരെ എത്തി. 26 വീണ്ടും അതേ വഴിയിലൂടെ നടക്കുമോ? അത് പറയാൻ ഇപ്പോൾ കഴിയില്ല. ചരിത്രം ഒരിക്കലും അതേപടി ആവർത്തിക്കണമെന്നുമില്ല. പക്ഷെ ചിലപ്പോൾ അത് പുതിയ രൂപത്തിൽ തിരിച്ചു വന്നേക്കും. ഇംഗ്ലണ്ടിൻ്റെ സ്വപ്നം 66 ശേഷം ലോകകപ്പില്ല, അത് നേടുക എന്നതാണ്. 60 വർഷത്തോടടുക്കുന്ന ആ കാത്തിരിപ്പ്. ഓരോ തലമുറയും ഇതായിരിക്കും നമ്മുടെ വർഷം എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവസാനത്തിൽ നിരാശയായിരുന്നു ഭൂതകാലത്തെ അനുഭവം. ഈ തലമുറ കഥ മാറ്റാൻ ആഗ്രഹിക്കുന്ന സംഘമാണ്. അതിനാദ്യം മറികടക്കേണ്ടത് അർജന്റീനയാണ്. അർജന്റീനയുടെ സ്വപ്നം മെസ്സിയുടെ കാലഘട്ടത്തിന് ശേഷം ലോക ഫുട്ബോളിൽ അർജന്റീനയുടെ നേട്ടം, അതിൻ്റെ മുന്നോട്ട് പോക്കിന് ഒരു നാന്ദി കുറിക്കുക എന്നതാണ്. മെസ്സി ഈ കളിയിൽ, ഈ ടൂർണമെൻറ്റിൽ ഉടനീളം മെസ്സിയെ കേന്ദ്രീകരിച്ചല്ല, മെസ്സിയെ മാത്രം ആശ്രയിച്ചല്ല ടീം പോകുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ചോദ്യം വർഷങ്ങളായി ഉയരുന്ന, മെസ്സിക്ക് ശേഷം ടീം എന്ത് എന്ന് ഉയരുന്ന ചോദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങളിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. മെസ്സി ഇല്ലെങ്കിലും ടീമിന് കൊള്ളാവുന്ന താരങ്ങൾ, നീക്കങ്ങൾ ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ ലോകകപ്പ് ഒരു കാര്യം കൂടി തെളിയിക്കുന്നു. അർജന്റീന ഇപ്പോൾ ഒരു താരത്തെ മാത്രം ആശ്രയിക്കുന്ന ടീമല്ല എന്ന് തന്നെയാണ്. മെസ്സി പക്ഷേ ഇപ്പോഴും അവരുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിന് ചുറ്റും ശക്തമായ ഒരു ശരീരം വളർന്നു കഴിഞ്ഞു എന്നാണ് തെളിയിക്കുന്നത്. ഇതേസമയം മറ്റൊരു ചോദ്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഫൈനലിൽ ആരാണ് കൂടുതൽ അപകടകാരിയാവുക എന്നുള്ളത്. ഇതാണ് ഏറ്റവും രസകരമായ ചോദ്യം. ഫ്രാൻസോ സ്പെയിനോ ഫൈനലിലെത്തിയാൽ അവർക്ക് മുന്നിൽ ആരെയാകും കൂടുതൽ ഭയപ്പെടേണ്ടത്? ഇവിടെ പല ഫുട്ബോൾ നിരീക്ഷകരുടെയും വിലയിരുത്തൽ ശ്രദ്ധേയമാണ്. അർജന്റീന ഇംഗ്ലണ്ടിനെ മറികടന്നാൽ അവർ ഫൈനലിൽ കൂടുതൽ അപകടകാരിയായ എതിരാളിയാകാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഇതിനോടകം തന്നെ 3 ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അതിജീവിച്ചു. ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടത്തിലെ വിജയി ഫൈനലിൽ കപ്പ് നേടാനുള്ള സാധ്യതയാണ് കൂടുതൽ പേരും പ്രവചിക്കുന്നത്. അത് ഇംഗ്ലണ്ട് ആയാലും അർജന്റീന ആയാലും. എന്തായാലും ഫൈനലിന് മുമ്പുള്ള സൂപ്പർ ഫൈനലായി ഇംഗ്ലണ്ട് അർജന്റീന സെമി മാറുകയാണ്. അവിടെ ഒരാൾക്ക് കൃത്യതയുടെ ആത്മവിശ്വാസമുണ്ട്, മറ്റൊരാൾക്ക് അതിജീവനത്തിൻ്റെ ആത്മവിശ്വാസം
ആത്മവിശ്വാസമുണ്ട്. ഒരു വശത്ത് ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ രാജ്യം, മറുവശത്ത് ഫുട്ബോളിനെ ഒരു കലാരൂപമാക്കിയ രാജ്യം. അർജന്റീനയുടെ മികവ് ഒരിക്കൽ കൂടി പരീക്ഷിക്കപ്പെടും. നിലവിൽ പ്രതിസന്ധികളെ അതിജീവിച്ചു വന്നതിൻ്റെ ആത്മവിശ്വാസം അവരെ പ്രതിരോധിച്ച് അതിജീവിക്കാൻ നയിക്കുകയും ചെയ്യും. കൂട്ടായ്മയുടെ കരുത്ത് ഊർജ്ജമാക്കി അർജന്റീന ഇംഗ്ലണ്ടിനെ മറികടന്നാലും അതിശയിക്കാനില്ല. അത്തരമൊരു മുൻതൂക്കത്തെ പ്രതിരോധിക്കാനായിരിക്കും ഇംഗ്ലണ്ട് ശ്രമിക്കുക. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഫുട്ബോൾ അപ്രവചനീയതയുടെ ആഘോഷമാണ്. അവിടെ ആ നിമിഷത്തിൽ ഗോളടിക്കുന്നവർ, മേധാവിത്വം നേടുന്നവർ ജയിക്കും. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ആകാംക്ഷയും നമ്മുടെ ഉള്ളിലും ഉണ്ടാകും. ആകാംക്ഷയുടെ ആ ചാക്കുകെട്ടും തലയിൽ വെച്ചുകൊണ്ട് വിടാം. നന്ദി, നമസ്കാരം.